ടി വി പ്രസാദ്, സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ ഒരു സ്കൂളിൽ കിടന്ന വൈദ്യുത ലൈൻ ഒരു കുഞ്ഞിന്റെ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു 8ാം ക്ലാസ്സുകാരന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്. പ്രസാദ്. ഉറപ്പായും സുജയ, സങ്കടം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. ഗുരുതരമായ വീഴ്ച എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ്. അതിൽ വിദ്യാഭ്യാസ വകുപ്പും KSEBയും ഉറപ്പായും അതിൽ മറുപടി പറയേണ്ടതുമുണ്ട്. ഒരുപക്ഷെ വലിയ അത്യാഹിതമാണ് ഒഴിവായതെന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ കൂടുതൽ കുട്ടികൾക്ക് ഇതുപോലെയുള്ള സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സുജയ, എന്തായാലും താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. പ്രാഥമികമായ വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധന തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം KSEBയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന, ആരുടെയും മനസ്സലിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കൊല്ലത്തുണ്ടായിരിക്കുന്നത്. സുജയ. കൊല്ലം തേവലക്കരയിലെ ദാരുണമായ ഒരു അപകടത്തിന്റെ വിവരമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, ഈ അപകടം എങ്ങനെയുണ്ടായി എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? കാരണം ഒരു സ്കൂളിൽ ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് അവിടെ നമുക്ക് കാണാം. ആ ബെഞ്ച് സാധാരണഗതിയിൽ ഇതുപോലെ ഒരു സൺഷെയ്ഡിന്റെ പുറത്ത് വരേണ്ടതല്ല. അവിടെ ഒരു ബെഞ്ച് കിടക്കുന്നുണ്ട്. അത് ചെരുപ്പെടുക്കുന്നതിനായി പോയപ്പോൾ ഈ കുട്ടികൾ ഇറക്കിയിട്ടതാണോ? ഈ കുട്ടി ഒറ്റയ്ക്കാണോ അവിടേക്ക് പോയത്? ഈ വൈദ്യുത ലൈനിൽ എങ്ങനെ ഈ കുട്ടി തട്ടി? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഈ അപകടകരമായ രീതിയിലുള്ള വൈദ്യുത ലൈനുകളൊക്കെ മാറ്റണം എന്ന സർക്കുലർ എല്ലാ സ്കൂളുകളിലേക്കും പോയതാണ്. ഫിറ്റ്നസ് പരിശോധനയുടെ ഒരു മാനദണ്ഡമായിരുന്നു അത്. ഇപ്പോൾ ദിലീപ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. ദിലീപ് ദേവസ്യ, സ്കൂളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ മരണം അത് വലിയ ഞെട്ടല നാട്ടുകാർക്കെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാകണം. കാരണം ഈ വൈദ്യുത ലൈൻ ഇങ്ങനെ കിടക്കുന്നത് ആ നാട്ടുകാരൊക്കെ കണ്ട് പറഞ്ഞതാണ് എന്ന് അവിടെ നിന്ന് പലരും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എന്നിട്ടും അത് മാറ്റാതിരുന്നത് ഒരു കുഞ്ഞിന്റെ, ആ നാട്ടുകാരനായ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്. അപകടാവസ്ഥയിലുള്ള സ്കൂളിലാണ് ദിലീപ് ഇപ്പോൾ നിൽക്കുന്നത്. ദിലീപിലേക്ക്. കൊല്ലം തേവലക്കരയിലാണ് സ്കൂളിൽ വൈദ്യുത ലൈനിൽ തട്ടി ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചത്. സ്കൂളിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇതാണ് അപകടമുണ്ടായ കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സൂം ചെയ്ത് കാണിക്കുന്ന ഈ ഭാഗത്താണ് ആ വൈദ്യുത ലൈനിൽ തട്ടി ആ കുഞ്ഞിന് ഷോക്കേറ്റത്. അപകടകരമായ അവസ്ഥയിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വൈദ്യുത ലൈൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ചെറിയ കുഞ്ഞു പോലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേഹത്ത് തട്ടുന്ന രീതിയിലാണ് വൈദ്യുത ലൈനിന്റെ സ്ഥാനം. ഗുരുതരമായ അനാസ്ഥയുടെ ദൃശ്യമാണ് ദിലീപ് നമ്മൾ കാണുന്നത്. ഒരു ഊഞ്ഞാല് പോലെ കിടക്കുന്നത് വൈദ്യുത ലൈനാണ്. ഈ ലൈനിൽ തട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇങ്ങനെ ഒരു ലൈൻ കിടക്കുന്നത്, അവിടേക്ക് ആ മുകളിലത്തെ നിലയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അത് പരിഹരിക്കാതിരുന്നവർക്ക് KSEBക്ക് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ മരണത്തെപ്പറ്റി നമുക്ക് ഈ സ്ഥലത്തെത്തുമ്പോൾ, തേവലക്കരയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ദിലീപ്? സുജിയ, ഞാനിപ്പോൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വിവരങ്ങളിലൂടെ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബെഞ്ച് കാണാം. അതിൻ്റെ അടുത്തൊരു ചെരുപ്പും കാണാം. ഈ ചെരുപ്പെടുക്കാൻ ആ കുട്ടി ആ സ്കൂളിൻ്റെ ആ ഗ്യാപ്പിലൂടെ കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കൂളിലെ ആളാണോ? ക്ലാസ്സിൽ നിന്ന് ഒരു ചെരുപ്പെറിഞ്ഞ് കളിക്കുകയും ഒരു ചെരുപ്പ് ആ എഴിയടക്കൂടെ ഈ ഷീറ്റിൻ്റെ പുറത്ത് വീണ് അപ്പോഴാ അത് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് അപ്പോൾ അതിന് ഷീറ്റിൻ്റെ പുറത്ത് മഴ നനഞ്ഞ് കിടക്കുക. പഞ്ചായത്ത് ബസ്സുണ്ടാണോ ചേട്ടൻ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. കുട്ടി നേരത്തെ ഇവിടെ വന്നതാണ്. ക്ലാസ്സിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം കളിക്കാനായിട്ട് ചെരുപ്പെറിഞ്ഞ സമയത്ത് ചെരുപ്പ് സൈഡിൽ കൂടെ പുറത്ത് വീഴുകയും ഈ ഷീറ്റിൻ്റെ മുകളിൽ വീഴുകയും ആ ഷീറ്റിൽ എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. സ്ലിപ്പായി സംഭവിച്ചതാണെന്നായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഈ ലൈനിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരുപാട് ദോഷകരമായ രീതിയിലാണ്. ഒരു കവറിംഗ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. സേഫ്റ്റി മെഷേഴ്സ് ഇലക്ട്രിസിറ്റി KSEB ആയാലും മാനേജ്മെൻ്റ് ആയാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരത് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ദിലീപ്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറഞ്ഞു ചെയ്യിക്കാമല്ലോ. ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുട്ടികൾ പല സാധനങ്ങളും വലിച്ചെറിയും. അതെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഓപ്പണായി കിടക്കുന്ന ഒരു കെട്ടിടം, അവിടെ ഒരു ഊഞ്ഞാല് പോലെ ഒരു വൈദ്യുത ലൈൻ. ചേട്ടാ, ഈ നാട്ടിൽ ചേട്ടാ ഇങ്ങനെ ഒരു അപകടം താഴ്ന്നു കിടക്കുന്നത് കണ്ടിട്ട് ഒരു തരത്തിലുള്ള ഒരു സുരക്ഷാ മുന്നിൽ അല്ലെങ്കിൽ സേഫ്റ്റി, അതായത് ഭയങ്കര ഫൗളാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഫൗളല്ലേ? നിങ്ങൾ നാട്ടുകാരാണോ? അല്ല, നമ്മൾ നാട്ടുകാരാണ്. ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഇത് നേരത്തെ നീക്കം ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് ചേട്ടാ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ 82-84 സ്റ്റുഡൻ്റാണ്. അന്ന് തൊട്ടേ ലൈൻ ഇങ്ങനെ കിടക്കുവാണ്. പിന്നെയാണ് ഇതിന് ശേഷം സീറ്റൊക്കെ ഇട്ടത്.
ഇപ്പോൾ ആ ഇരുമ്പിന്റെ ഷീറ്റിലേക്ക് ഒരു പക്ഷേ താഴ്ന്നു പോയാൽ പോലും അപകടമല്ലേ? മഴ പെയ്ത് വെള്ളം വീണാൽ തന്നെ കറണ്ട് അടിക്കുമെന്ന് ഇവിടെ ഉള്ളവർക്ക് സാറന്മാർക്ക് അവർക്ക് എത്തില്ല ഇത്. ഇത് അത്രയും താന്ന് കിടക്കുന്നില്ല ഇത്. അത് ആരെങ്കിലുമൊക്കെ നോക്കണ്ടേ ഇത്? ഇത്രയും താന്ന് കിടക്കുന്ന ഒരു ലൈനകത്ത് ഈ സ്കൂളിനകത്തോട് ഈ ലൈൻ വലിപ്പിക്കുക. ഇതൊക്കെ ചെയ്യിക്കേണ്ട ഇവിടുത്തെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയല്ലേ? എത്ര കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ? ഇതിപ്പോൾ ഏതാണ്ട് 10,000 മേളിൽ പിള്ളേരുടെ ഇവിടെ. രണ്ട് സ്കൂൾ ഗേൾസും ബോയ്സും കൂടെ ഒരുമിച്ചുള്ള 2 സ്കൂളും കൂടെ അത്ര 10,500 പിള്ളേർ പഠിക്കുന്നതാണ് ഇവിടെ. ബോയ്സ് ഇത് ബോയ്സിലാണ് സംഭവിച്ചത്. ഇവിടുത്തെ സാറന്മാർക്ക് തന്നെ അറിയാൻ പറ്റില്ല ഇതൊരു അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇത്ര നോക്കി നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നുന്നില്ലേ? ഇത്രയും നീഷായ ഒരു പരിപാടി ഈ സ്കൂളിൽ നടന്നേ. ഒരു കുഞ്ഞിൻ്റെ ജീവനാ പോയത്. ആ കുഞ്ഞ് ചെരുപ്പ് കിഴന്ന് പറഞ്ഞ് കയറി എടുക്കാൻ വന്നേ. എപ്പോൾ അറിയാം ഇവൾക്ക് അറിയാലോ ഈ നോക്ക് അവിടെ എല്ലാം തുറന്നു കിടക്കുകയാണ്. 3 ഫേസ് ലൈനാണ്. അതെ, മൊത്തം അഴിമതിയും സ്വജനപക്ഷപാതവും. ഇപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് നോക്കൂ, അതൊക്കെ പറയുന്നതിന് മുൻപ് ഒരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല. കാരണം കുട്ടികൾ ഒരു സുരക്ഷയില്ലാത്ത രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾ കളിക്കുകയും ഈ ഗ്രൗണ്ട് തന്നെ ചെറിയ രീതിയിൽ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ മരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടി ദാരുണമായ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ അവസ്ഥ. ഈ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുൻപ് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നൊരു പരിപാടിയുണ്ട്. ഈ പരിപാടി ഈ സ്കൂളിന് ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയ സ്കൂളാണോ? ആണല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യത്തില്ലല്ലോ. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അവിടെ പൊളിഞ്ഞു വീഴാറായ സുജിയ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഒന്ന് കാണിക്കാം. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് മരമടക്കം പൊളിഞ്ഞു വീഴാറായ നിലയിൽ കുട്ടികൾ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രി ഇത് അറിഞ്ഞു. പക്ഷേ ഈ സ്കൂളിന് ഫിറ്റ്നസ് കൊടുത്തത് ആരാണ്? ഈ വൈദ്യുത ലൈൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും ഈ സ്കൂളിന്റെ പ്രവർത്തനം തുടരാൻ മുകളിലത്തെ നിലയിലേക്ക് ഇപ്പോൾ ദിലീപ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇളകി ആടി നിൽക്കുന്ന ഓടുകളടക്കം നമുക്ക് കാണാം. ആ സ്കൂളിന്റെ മുകളിലത്തെ നിലയിലെ പുറത്തേക്കുള്ള ഭാഗത്തിന്റെ ഭിത്തികളടക്കം തടിഭിത്തിയാണോ? എന്താണത്? ഇടയ്ക്ക് ഭിത്തിയുണ്ട്, ഇടയ്ക്ക് ഭിത്തിയില്ല. എന്താണ് അവിടെ വരുത്തിയിരിക്കുന്ന നടപ്പാക്കിയിരിക്കുന്ന ക്രമീകരണം? അവിടെ നിന്നുള്ള ആ സ്കൂൾ കെട്ടിടത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുരുമ്പിച്ച ഗേറ്റുകൾ, ഇളകി നിൽക്കുന്ന ഓടുകൾ. ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകുമ്പോൾ അവിടെ ഈ വൈദ്യുത ലൈൻ തൂങ്ങിക്കിടക്കുന്ന 2ാം നിലയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഊഞ്ഞാല് പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഈ വൈദ്യുത ലൈൻ കണ്ടില്ലേ? അതിൽ ഒരു മാനദണ്ഡമായിരുന്നില്ലേ വൈദ്യുത ലൈനുകൾ സ്കൂളിന് സമീപത്ത് കൂടി കടന്നു പോകുന്നത്? അത് സുരക്ഷിതമായിട്ടാണോ എന്ന കാര്യമടക്കം പരിശോധിച്ചോ? ചിലയിടങ്ങളിൽ ഓടില്ലാത്ത നിരയുമുണ്ട്. 1ാം നിരയിൽ ഓടുകൾ ഇല്ലാത്ത ഭാഗവുമുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ നിന്ന് കുട്ടികൾക്ക് പുറത്തേക്ക് ആ ഷീറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് 8ാം ക്ലാസ്സുകാരന്റെ ജീവൻ നഷ്ടമായത്. കൊല്ലം തേവലക്കരയിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.